എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രയാസമുണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു അസുഖം. അപ്പോൾ ആ അസുഖം മാറാൻ ഒരു സയ്യിദ് മമ്പുറന്തങ്ങൾ ഉപ്പാപ്പയുടെ മഖാമിൽ ചെന്ന് അവിടുത്തെ തലഭാഗത്തിരുന്ന് 3 യാസീൻ ഓതാൻ പറഞ്ഞു. അൽഹംദുലില്ലാ, ഞാൻ അവിടെ മഖാമിൽ ചെന്ന് 3 യാസീൻ ഓതി. അങ്ങനെ അവിടുത്തെ സിയാറത്ത് ചെയ്യുന്നതോടുകൂടി ആ രോഗം മാറിപ്പോയി, ആ അസുഖം മാറിപ്പോയി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, സമദ് സഖാഫിയാണ് പറയുന്നത്. അദ്ദേഹത്തിന് അസുഖം വന്നപ്പോൾ ഒരു സയ്യിദ്, ഏതാണ് ആ സയ്യിദ് എന്നില്ലട്ടോ, ഏതോ ഒരു സയ്യിദ്, അത് ഉറക്കത്തിൽ പറഞ്ഞോ സ്വപ്നത്തിൽ പറഞ്ഞോ എന്നൊന്നുമില്ല, ഓൽക്ക് എപ്പോൾ പറഞ്ഞാലും പോകാന്നുള്ളതാണ്. 2, ഇദ്ദേഹത്തിന്റെ അസുഖം ഏതാണെന്നും പറഞ്ഞില്ല. എന്താണേലും അദ്ദേഹം മമ്പുറം തങ്ങളെ ജാറത്ത് പോയിട്ട് തലഭാഗത്ത് തന്നെ ഇരുന്നു, മാറിയിട്ടില്ല. തലന്റെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആയിട്ടില്ല. അവിടെ ഇരുന്നിട്ട് 3 യാസീനോദി മൂപ്പര അസുഖം മാറി. ഇത് കാന്തപുരം സമസ്തയിൽ പെട്ട ആളാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ നേതാവ് സാക്ഷാൽ AP അബൂബക്കർ മുസ്ലിയാർ തന്നെ അദ്ദേഹത്തിന് അസുഖം വന്നപ്പോൾ കോഴിക്കോട് മുജാഹിദുകൾക്ക് ഷെയറുള്ള ഹോസ്പിറ്റലില് മൈത്രി ഹോസ്പിറ്റലിലാണ് ചികിത്സിക്കാൻ പോയത്. അദ്ദേഹം അതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ബാക്കിയുള്ളവർക്ക് ഡയാലിസിസ് ചെയ്തപ്പോ അതിനി വേണ്ട എന്ന് പറഞ്ഞ ആൾക്ക് അസുഖം വന്നപ്പോ 1 വേണ്ട 3 വേണ്ട എന്ന് പറഞ്ഞ മനുഷ്യൻ എന്തായി, നേരെ ഹോസ്പിറ്റലിലേക്കാണ് വിട്ടത്. എന്തുകൊണ്ട്? മമ്പുറത്ത് ആ ജാറത്തിങ്ങ തലഭാഗത്ത് പോയിരുന്ന് ഒരു 3 എണ്ണല്ല, ഒരു 10 എണ്ണം ഓതിക്കണമെങ്കിൽ മാറുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഹോസ്പിറ്റലിൽ ഇത്ര പൈസ ചെലവാക്കിയത്? അപ്പോൾ അങ്ങനെ എമ്പാടും ആളുകൾക്ക്, ധാരാളം മുത്തുമോമിനിയങ്ങൾക്ക് അവിടുത്തെ കൊണ്ട് കാര്യങ്ങൾ സാധിച്ചു കിട്ടാറുണ്ട്. അപ്പൊ ഇയാളെ ഭാഷയില് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുത്തുമൂമിനിങ്ങളിൽ പെട്ട ആളല്ല. കാരണം ധാരാളം എമ്പാടും മുത്തുമൂമിനിങ്ങൾക്ക് മമ്പുറം ജാറത്തുങ്ങ പോയിട്ട് യാസീൻ ഓതിയാല് അസുഖം മാറാറുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുത്തുമൂമിനിങ്ങളിൽ പെട്ട ഒരാളല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിനെ മൈത്രി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും അമേരിക്കയിൽ നിന്ന് വരെ ഡോക്ടർമാര് അത് നിയന്ത്രിച്ചിരുന്നു പറഞ്ഞ അയാളെ രോഗങ്ങൾ പരിശോധിക്കപ്പെടുകയും അതിന്റെ കാര്യങ്ങൾ അങ്ങോട്ട് അറിയിക്കുകയും അത് ഇങ്ങോട്ട് റിപ്ലൈ കൊടുക്കുകയും ചെയ്തിട്ട് അങ്ങനെ തല കുത്തി മറിഞ്ഞിട്ടാണ് ഇയാൾ പിന്നെ എന്ത് ചെയ്ത് ഒന്ന് റിക്കവർ ആയി പോകുന്നത്. അപ്പോ ഈ മമ്പുറം തങ്ങളുടെ ജാറത്തേക്ക് അന്ന് പോകാൻ പറ്റിയിട്ടാണോ അതോ അവിടേക്ക് എത്തുമ്പോൾ തന്നെ മരിക്കുന്നു തോന്നിയിട്ടാണോ എന്നറിയില്ല. എന്തായാലും മൂപ്പര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബാക്കിയുള്ളവർ എന്ത് ചെയ്യാണ്, ഇപ്പോഴും ജാറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ഹൈറ്റുകൾ വരത്തിലതാ ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല. സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മഴയിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽ ക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറിഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. മരണം മുന്നിൽ കാണുന്ന രംഗം വിശദീകരിക്കുകയാണ് വളരെ ആവേശത്തോട് കൂടിയിട്ടോ. അങ്ങനെ ആളുകൾ ഇങ്ങനെ കപ്പലില് ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കടൽക്ഷോഭം ഉണ്ടാവുകയാണ്. പെട്ടെന്ന് മരണം മുഖാമുഖം കാണുന്നു. പിന്നെന്താണ് ചെയ്യണ നോക്കുക. പക്ഷേ ആ സമയത്തൊക്കെ വിളിച്ചത് ബദരീങ്ങൾ തപസ്സുലാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ സംഭവം വിശദീകരിക്കുന്ന ആവേശം കൊണ്ട് പറയുന്ന കാര്യങ്ങൾ പോലും എന്ത് ചെയ്യുന്നില്ല, മുഴുവനാക്കാൻ കഴിയുന്നില്ല. ആ കോലത്തിൽ ആവേശമാണ്. എന്ത് കടൽക്ഷോഭം ഉണ്ടായിട്ട് അങ്ങനെ ഒരു മാരകമായ ഭീകരമായ സംഭവത്തെ ആവേശത്തോടു കൂടി വിശദീകരിക്കുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് ബദരീങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്, മക്ക മുശ്രിക്കീങ്ങൾ ആ കാലത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ പെട്ടാൽ, യാത്രക്കിടെ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ തിരമാല അല്ലെങ്കിൽ ഓവറായിട്ട് കാറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, ഇതേപോലെ കടൽക്ഷോഭം ഉണ്ടാകുന്ന സമയത്തൊക്കെ അവരെന്ത് ചെയ്യും, അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കും. അഥവാ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് അവർ രക്ഷപ്പെട്ട് കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലാത്തനെയും ഉദ്ദനെയും വിളിച്ച് പ്രാർത്ഥിക്കും എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹു പഠിപ്പിച്ച ആ ഒരു കാര്യം നോക്കുമ്പോൾ മക്ക മുശ്രിക്കുകളെക്കാൾ കഷ്ടത്തിലാണ് സമസ്തക്കാർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ എങ്ങനെ പോയാലും മക്ക മുശ്രിക്കുകളെക്കാൾ അബദ്ധം കാണിക്കുന്ന രീതിയിൽ അവിടെ വെച്ചും എന്ത് ചെയ്യാണ്, അള്ളാഹുവിനെ തീരെ വിശ്വാസമില്ലാത്ത പോലെ അവിടുന്നും ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നു എന്നർത്ഥം. മനസ്സുകൾ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും, റബ്ബേ എന്നെ എവിടെയെന്ന് കാണാൻ പോലും മനസ്സങ്ങ് മറിഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെയാ. ബദരീങ്ങളെ, നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. ഈ കോലത്തിൽ കരച്ചിൽ അഭിനയിക്കാൻ കഴിയണ ആരെങ്കിലും നിങ്ങൾ കേരളത്തിൽ വേറെ കണ്ടിട്ടുണ്ടോ? എന്താ കരച്ചിൽ എന്നറിയോ?
ഇങ്ങനൊക്കെ കരയാൻ വെച്ചിട്ടാ ചെയ്യുന്ന പണി ഒരു ഉത്തരവാദിത്തത്തോട് കൂടി എടുത്തൂടെ? ഒന്ന് കരയണ പോലെ ഒന്ന് അഭിനയിക്കലും ചെയ്യും. വെറുതെ അറിയാതെ അല്ലാത്ത മനുഷ്യന്മാര്. നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. എന്നാൽ സഹോദരങ്ങളെ, രോഗം വരുമ്പോൾ എന്ത് ചെയ്യണം? മുസ്ലിങ്ങളുടെ നിലപാട് എന്തായിരിക്കണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്ത് എന്നുള്ളത് മുഹ്സിൻ ഐദീദിന്റെ പ്രസംഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നു കഴിഞ്ഞാൽ, കുട്ടിക്ക് എന്തെങ്കിലും അസുഖമായി കഴിഞ്ഞാൽ, ആ സന്ദർഭത്തിൽ അയൽവാസികളിൽ പലരും വന്നിട്ട് പറയും, കുട്ടിക്ക് എത്ര ദിവസമായി അസുഖം, ഇങ്ങനെ ഡോക്ടറെ കാണിച്ചിരുന്നോ? ഞാൻ ആ പറഞ്ഞ തങ്ങളെ വെള്ളം ഒന്ന് കൊടുത്താൽ പോരെ, എത്ര പെട്ടെന്ന് അസുഖം മാറും. നമ്മളെ കുട്ടിക്ക് അസുഖം ഉണ്ടായപ്പോ ഞങ്ങളതല്ലേ കൊടുത്തത്, അപ്പൊ തന്നെ മാറിയില്ലേ? അപ്പൊ ഇത് കേട്ട് നിൽക്കുന്ന ആൾക്കൊരു സംശയം, എന്നാ ഒന്ന് കൊടുത്തോക്കാം. ഇപ്പോൾ അടുത്തത് CM മടവൂരിനെ കുറിച്ച് കണ്ട കഥ, കറാമത്ത് കഥകൾ എന്ന പേരിൽ എല്ലാ കള്ളക്കഥയും പ്രചരിപ്പിച്ചു തുടങ്ങിയ പകരയിലുള്ള ഒരാൾ, അയാളും പറയുന്നത് ഇതുപോലെ തന്നെയാണ്. CM-നെ വിളിച്ചാൽ എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് ഉത്തരം കിട്ടും, ഒന്ന് വിളിച്ചു നോക്കൂ, ഒരു തവണയെങ്കിലും വിളിച്ചു നോക്കൂ എന്നാണ് പറയുന്നത്. വിളിച്ചാൽ കിട്ടുമെന്നാണ്. എന്റെ സഹോദരങ്ങളെ, 2 കാര്യങ്ങൾ പ്രധാനമായി ഞാൻ പറയാം, നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വഴി സ്വീകരിക്കണമെങ്കിലും, അവന്റെ കാര്യം സാധിക്കാൻ വേണ്ടി അവൻ ഏതൊരു മാർഗം സ്വീകരിക്കണമെങ്കിലും, എന്തെങ്കിലും ഒരു കാരണം അവൻ ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിലും, ഏത് കാര്യമാകട്ടെ, അവൻ ശ്രദ്ധിക്കേണ്ട 3 നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ കാര്യം, അവൻ ഉദ്ദേശിക്കുന്ന കാര്യം നടപ്പിലാകണമോ, അത് നടപ്പിലാകാൻ വേണ്ടി അവൻ സ്വീകരിക്കുന്ന മാർഗം അത് ഭൗതികമായി ഉപകരിക്കുന്ന മാർഗമാണ് എന്നത് ആദ്യം സ്ഥിരപ്പെടണം. ഉദാഹരണത്തിന്, വിശപ്പ് മാറാനുള്ള വടിയാണ് ഭക്ഷണം കഴിക്കുക എന്നത്. ദാഹിച്ചാൽ ദാഹം മാറാനുള്ള വടിയാണ് വെള്ളം കുടിക്കുക എന്നത്. കുട്ടികളെ ലഭിക്കാനുള്ള ഭൗതികമായ മാർഗങ്ങളിൽ ഒന്നാണ് സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ലൈംഗിക ബന്ധമുണ്ടാകുക എന്നത്. എന്തൊരു കാര്യമാണോ നിന്റെ ലക്ഷ്യം, ആ ലക്ഷ്യം നടപ്പിലാക്കാൻ ഭൗതികമായി ഒരു മാർഗം നീ സ്വീകരിക്കണമെങ്കിൽ ആദ്യം അതുകൊണ്ട് പ്രയോജനമുണ്ടാകുമെന്നത് ഭൗതികമായി സ്ഥിരപ്പെടണം. ഉദാഹരണത്തിന് ഒരാൾ പറയും, പനി വന്നാൽ പറയാം, കുറച്ച് മണ്ണെടുത്ത് തിന്നോക്ക്, പനി അങ്ങ് മാറിക്കോളും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും തിന്നോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഇന്ന് വരെ മണ്ണ് തിന്നത് കൊണ്ട് ഒരാൾക്ക് പനി മാറിയത് ആരും കേട്ടിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുമെന്ന് ഒരാളും പറയുന്നില്ല. നല്ല പനി പിടിച്ച് കിടക്കുമ്പോ ഒരാൾ പറയാൻ, 2 ചാട്ടം ചാടിക്കോ, വീട്ടിനെ വേണമെന്ന് ചാടി നോക്ക്, അസുഖം അങ്ങ് മാറിക്കിട്ടുമെന്ന് പറയാൻ ആരും ചാടി നോക്കോ? ഇല്ല. അതുകൊണ്ടൊരു പ്രയോജനമില്ല, ഭൗതികമായി അത് ഒരു ഫലവും ചെയ്യുകയില്ല എന്ന് മനുഷ്യർക്ക് അള്ളാഹു നൽകിയ ബുദ്ധി കൊണ്ട് അവന് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഇവൻ ഈ പ്രയോഗിക്കുന്ന കാര്യം അത് മതപരമായി അനുവദിക്കപ്പെട്ടതാണോ എന്നത് അവൻ പരിശോധിക്കണം. ഭൗതികമായി ഫലമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമായി കൊള്ളണമെന്നില്ല. പ്രയോജനം കിട്ടുമെന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം ചെയ്യാൻ മുസ്ലിമിന് അനുവാദമില്ല. ഉദാഹരണത്തിന്, ചിലപ്പോ ഈ സ്ത്രീകൾക്കോ മറ്റോ എന്തെങ്കിലും അസുഖം ബാധിച്ചാൽ, അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഗർഭകാലം ഉണ്ടായാൽ ചില ആളുകൾ പറയും, കുറച്ച് ബിയർ കുടിച്ചാൽ മതി, ഗർഭകാലത്ത് ബിയർ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ബിയർ കുടിച്ച് ധാരാളം ആളുകൾക്ക് വലിയ ഉപകാരമുണ്ടായി എന്ന് വിചാരിക്കുക. അങ്ങനെ ഉപകാരം ഉണ്ടായി എന്ന് വിചാരിക്കുക. എന്നാൽ തന്നെയും ഒരു മുസ്ലിമിന് അത് പറ്റുകയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി വന്ന ചില ഹദീസുകളിൽ കാണാം, തദാവൂ യാ ഇബാദല്ലാഹ് വലാ തതദാവൂ ബിഹറാം. അള്ളാഹുവിന്റെ ദാസന്മാരെ, നിങ്ങൾ ചികിത്സിച്ചു കൊള്ളുക, പക്ഷേ ഹറാം കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല. അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യം കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല. ഒരാൾ പറയാണ്, ഈ അസുഖത്തിന് പന്നിനെയ്യ് നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന് അത് സ്വീകരിക്കാൻ പറ്റുമോ? എന്റെ അസുഖം മാറിയിട്ടുണ്ട്, എന്റെ ആശുപത്രിയിൽ വന്ന ആളുകളുടെയും അസുഖം മാറിയിട്ടുണ്ട് എന്ന് ഡോക്ടർ തന്നെ പറയാൻ, പന്നി മാംസം കഴിക്കാൻ പറ്റുമോ? പാടില്ല. ഇസ്ലാമിൽ അത് പാടില്ല. ഒരാൾ പറയാം, എനിക്ക് കുട്ടികളില്ല, എനിക്ക് കുട്ടികളെ എന്തൊരു ഇഷ്ടമാണ്, മക്കള് വേണം. അപ്പൊ ആളുകൾ ചിലപ്പോൾ നിനക്ക് ലിവിങ് ടുഗദർ ചെയ്തുകൂടെ? ഏതെങ്കിലും ഒരു സ്ത്രീയുമായി കുറച്ചു കാലം ജീവിച്ച് അങ്ങനെ കുട്ടിയായി കഴിഞ്ഞാൽ പെണ്ണേണ്ട ഉപേക്ഷിച്ചാൽ മതിയല്ലോ. ഒരു മുസ്ലിമിന് അത് പറ്റുമോ? ഇല്ല, പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഇസ്ലാമിൽ അത് അനുവദിക്കപ്പെട്ടിട്ടില്ല. നിന്റെ ലക്ഷ്യം നടപ്പിലാകും എന്ന് ഉറപ്പ് കിട്ടിയത് കൊണ്ട് മാത്രം ഒരു കാര്യം ചെയ്യാൻ ഇസ്ലാമിൽ അനുവാദമില്ല. മറിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അനുവദിക്കപ്പെടണമെങ്കിൽ അത് അള്ളാഹു അനുവദിച്ചതായിരിക്കണം. മതപരമായ കാര്യങ്ങളിൽ വരെ അങ്ങനെയാണ്. വിശുദ്ധ ഖുർആനിൽ നോക്കൂ നിങ്ങൾ, എത്ര ആയത്തുകളിലാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ സകാത്ത് കൊടുക്കണം. എത്ര തവണയാണ് നമ്മൾ ജനിച്ചതിന് ശേഷം ഈ കൽപ്പന വായിക്കുന്നത്? സകാത്ത് കൊടുക്കണം. ഒരാൾ പറയാം, എന്റെ കയ്യിൽ പണമൊന്നുമില്ല, എന്നാലും അള്ളാഹു സകാത്ത് കൊടുക്കാൻ പറഞ്ഞില്ലേ? എങ്ങനെങ്കിലും പോയി ആൾക്കാരുടെ പൈസ മോട്ടിച്ചിട്ടാണെങ്കിലും സകാത്ത് കൊടുക്കണം എന്ന് ഒരാൾ പറഞ്ഞാൽ ശരിയാകുമോ? അത്
പാടില്ല. സകാത്ത് കൊടുക്കണമെങ്കിൽ നീ ഹലാലായ രൂപത്തിൽ സമ്പാദിച്ച സമ്പത്തായിരിക്കണം. സകാത്തിന് വേണ്ടി നിനക്ക് മോഷ്ടിക്കാൻ പറ്റുമോ? പാടില്ല. നിന്റെ അയൽവാസി അതാ വലിയ വീടുണ്ടാക്കിയിരിക്കുന്നു, 2 നില വലിയ കെട്ടിടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്താണ് അവന് ഈ പണമെല്ലാം കിട്ടാനുള്ള കാരണം? ബാങ്കിൽ വലിയ മാനേജറാണ്, പലിശ ബാങ്കിന്റെ മാനേജറായി അവൻ ജോലി നോക്കുന്നുണ്ട്. അപ്പൊ നിന്റെ ഭാര്യ വരെ കണ്ടില്ലേ മനുഷ്യ, അയാൾ എന്ത് വലിയ വീടാണ്ടാക്കി വെച്ചിരിക്കുന്നത്, നിങ്ങൾ ഇപ്പോഴും തന്നെ ഇരിക്കുക. എന്തെങ്കിലും ഒരു ജോലി പോയി നിനക്ക് പലിശ ആണെങ്കിൽ പലിശ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മുസ്ലിം അള്ളാഹനെ പേടിക്കുന്ന ഒരാൾ അത് പോയി ചെയ്യുമോ? ഇല്ല. പണം കിട്ടിയാലും വേണ്ടില്ല, ഞാൻ ഒരിക്കലും പലിശ വാങ്ങിക്കൂല, പലിശയുമായി ഞാൻ ഇടപെടുകയില്ല എന്നാണ് ഒരു മുസ്ലിം പറയാ. ഒന്നാമത്തെ കാര്യം, ഇതിന് ഭൗതികമായ ഉപകാരമുണ്ട് എന്നത് സ്ഥിരപ്പെടണം. പോരാ, രണ്ടാമത്തെ കാര്യം, ഫലം കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല, മതപരമായി അള്ളാഹു അനുവദിച്ച മാർഗങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഉദാഹരണത്തിന് ആൾക്കാർ ഉറുക്ക് കെട്ടും, ഏലസ് കെട്ടും. ഉറുക്കും ഏലസും കെട്ടി എല്ലാ രോഗം മാറി എന്ന് വിചാരിക്കുക, എന്നാലും അത് ഉപയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക. ആരെങ്കിലും ഒരു ഉറുക്കോ ഏലസോ കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. വ്യഭിചാരത്തെക്കാളും പലിശയെക്കാളും വലിയ തിന്മയാണ് ശിർക്ക് എന്ന്. നിന്റെ എല്ലാ അസുഖം മാറി വിചാരിക്കുക, അതിനു പകരമായി ഉറുക്ക് കെട്ടാനാണ് നിന്നോട് ഒരാൾ പറയുന്നത് എങ്കിൽ അസുഖമൊക്കെ അവിടെ നിന്നോട്ടെ, ഉറുക്ക് വേണ്ടെന്നാ പറയണ്ടേ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രോഗിയെ സന്ദർശിക്കാൻ ചെന്നു, കയ്യിലതാ ഒരു ഉറുക്ക് കെട്ടിയിരിക്കുന്നു. അവിടുന്ന് ചോദിച്ചു, നീ എന്തിനാണ് ഇത് കെട്ടിയിരിക്കുന്നത്? അയാൾ പറഞ്ഞു, നബിയെ മിനൽ വാഹിന, എനിക്ക് അസുഖമുണ്ട്, മാറാൻ വേണ്ടി കെട്ടിയതാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇൻസിഅഹാ. ദർസിൽ പഠിക്കുന്ന മുസ്ലിയാക്കന്മാരെ അർത്ഥം വെക്കി. എന്താ ഇൻസിഅഹാ എന്ന് പറഞ്ഞാൽ? പൊട്ടിച്ചു വലിച്ചെറിയടോ എന്നാണ് അതിന്റെ അർത്ഥം. പതുക്കെ കുറച്ച് സമയം കഴിഞ്ഞ് ഊരിക്ക, അസുഖമൊക്കെ മാറിയിട്ട് ഊരിക്കോ എന്നല്ല. പൊട്ടിച്ചു വലിച്ചെറിയൂ. നീ ഉറുക്കും ഏലസും നിന്റെ ശരീരത്തിൽ ധരിച്ചാൽ നിനക്കത് അസുഖം വർദ്ധിപ്പിക്കുകയല്ലാതെ ചെയ്യുകയില്ല. അല്ലേ? നബി പഠിപ്പിച്ച അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസുഖം മാറുന്നുണ്ടോ, അസുഖത്തിന് കുറവുണ്ടോ എന്നല്ല ചോദിച്ചത്. ഇസ്ലാമിൽ പാടില്ല. അപ്പോൾ സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം ഭൗതികമായി അത് സ്ഥിരപ്പെടണം, രണ്ടാമത് മതപരമായി അനുവദിക്കപ്പെടണം. ഉപകാരം കിട്ടിയതുകൊണ്ട് മാത്രമല്ല ചെയ്യാൻ പാടില്ല. നിന്റെ അസുഖം മാറാൻ വേണ്ടി നീ ജാറത്തിൽ പോയി വല്ല ഉറുക്ക് കെട്ടി ഏലസ് കെട്ടി അവിടുത്തെ വെള്ളം കുടിച്ചു, 2 ദിവസത്തിനുള്ളിൽ നീ അങ്ങ് മരിച്ചാലോ? എന്താ നിനക്ക് അതുകൊണ്ട് ഫലം ഉണ്ടായിരുന്നു? നിന്റെ പരലോകം മുഴുവൻ നശിച്ചുപോയി. മരിച്ചതിന് ശേഷം ചങ്ങാതിമാരെ ഒരു ജീവിതം ബാക്കിയുണ്ട്. ആ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ദുനിയാവിൽ അള്ളാഹു നമ്മെ അയച്ചിരിക്കുന്നത്. ഇവിടെ അസുഖമില്ലാതെ ജീവിക്കാൻ വേണ്ടിയല്ല. ഇവിടെ അസുഖം വരും, അസുഖം വന്നാൽ ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിക്കുകയൊക്കെ ചെയ്യണം. പക്ഷെ ഇവിടെ അള്ളാഹു നമുക്ക് ഈ പറഞ്ഞ പരീക്ഷണങ്ങളെല്ലാം നിശ്ചയിച്ചിരിക്കുന്നത് പരലോകത്തിനു വേണ്ടിയാണ്. ആ ബോധ്യവും തിരിച്ചറിവും നമുക്കുണ്ടായിരിക്കണം.